കോഴിക്കോട് നടക്കാവ് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച ഒരു സ്വകാര്യ ധനകാര്യ സ്ഥാപനം, ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ നടക്കാവ് പോലീസ് എൻ്റെ ഭാര്യയെ കൂടി ഉൾപ്പെടുത്തിയെടുത്തതായിരിക്കുന്ന കേസ്, അത് തികച്ചും രാഷ്ട്രീയ പ്രേരിതവും സത്യസന്ധമല്ലാത്തതും വ്യാജ നിർമ്മിതിയുടെ പുറത്ത് നടത്തിയ രാഷ്ട്രീയ ഗൂഢാലോചനയുമാണ്. ഒന്ന്, കേസിനാസ്പദമായിട്ടുള്ള സംഭവങ്ങൾ നടന്നത്, കേസിനാസ്പദമായ സംഭവങ്ങൾ നടന്നത് FIR-ൽ ചൂണ്ടിക്കാണിക്കുന്നതും പരാതിക്കാരി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തിയതുമായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം 2023 2 ഡേറ്റുകളിലായി അവർ പണം നിക്ഷേപിച്ചു എന്നുള്ളതാണ്. ഞാൻ ആ ഡേറ്റുകൾ എൻ്റെ കയ്യിലുണ്ട്, ഞാനത് പറയാം. FIR-ൽ അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, (16/3/2023) 4.52 ലക്ഷം രൂപയും 19/4/2023 1.13 ലക്ഷം രൂപയും മൊത്തം 5.65 ലക്ഷം രൂപ അവർ നിക്ഷേപിച്ചു. അത് ചീറ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് കേസ്. ഈ പണം നിക്ഷേപിച്ച കാലയളവിൽ എൻ്റെ ഭാര്യ ആ സ്ഥാപനത്തിൽ പ്രവർത്തിച്ചിട്ടില്ല. പ്രവർത്തിച്ചു എന്ന് തെളിയിക്കാൻ പോലീസിനെയും പരാതിക്കാരിയെയും വെല്ലുവിളിക്കുക. ഞാൻ പൊതുപ്രവർത്തകനാണ്, ഞാൻ പൊതുസമൂഹ മധ്യത്തിൽ ജീവിക്കുന്നയാളാണ്. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഏത് ധാരണയുടെ അടിസ്ഥാനത്തിൽ, ആര് പറഞ്ഞിട്ടാണ് ഇത് ചെയ്തത് എന്ന് വ്യക്തമാക്കാൻ പോലീസിനും പരാതിക്കാരിക്കും ധാർമ്മിക ഉത്തരവാദിത്തമുണ്ട്. എൻ്റെ ഭാര്യ അവിടെ ജോലി ചെയ്തിട്ടുണ്ട്. സ്വകാര്യ ധനകാര്യ സ്ഥാപനമാണ്. ഒരു ഓഫർ വന്നു, എൻ്റെ സുഹൃത്തുക്കൾ വഴിയാണ് വന്നത്. നല്ല സ്ഥാപനമാണെന്ന് കരുതി. പക്ഷേ മാസങ്ങൾ അവിടെ ജോലി ചെയ്തു. മാസങ്ങൾ മാത്രം ജോലി ചെയ്ത് മുന്നോട്ട് പോയപ്പോൾ ആ സ്ഥാപനം ശരിയായ രീതിയിലല്ല പോകുന്നത് എന്ന് മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിൽ 2022 ഡിസംബർ 8 ആ സ്ഥാപനത്തിൽ നിന്ന് റിസൈൻ ചെയ്തുകൊണ്ടുള്ള മെയിൽ ഔദ്യോഗികമായി അവർക്ക് കൈമാറി. ആ മെയിലിൻ്റെ കോപ്പിയാണ്, ഔദ്യോഗികമായിട്ടുള്ള മെയിൽ കൈമാറി. 2022 ഡിസംബർ 8 പ്രസ്തുത സ്ഥാപനത്തിൽ നിന്നും രാജിവെച്ചതായിരിക്കുന്ന ഒരു വ്യക്തിക്കെതിരെ 2023 നിക്ഷേപം നടത്തിയതിൻ്റെ ചീറ്റിംഗ് കേസ് എടുത്തത് ഗൂഢാലോചനയുടെ കൃത്യമായ തെളിവാണ്. ഒന്ന്, ഈ പരാതി കൊടുത്തതായിരിക്കുന്ന വ്യക്തിയെ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല, അവരെ അറിയില്ല, അവരോട് സംസാരിച്ചിട്ടുമില്ല, ഒരു കോളോ
ഒരു സംസാരമോ ഫോൺ മുഖാന്തരമോ നേരിട്ടോ അല്ലാതെയോ ഒന്നും നടന്നിട്ടില്ല.